നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജനെ CBI 25ാം പ്രതിയാക്കി. കേസ് UAPA പ്രകാരം. കൊലയ്ക്ക് കാരണം ജയരാജന്റെ വ്യക്തിവൈരാഗ്യമെന്ന് CBI. BJPയുടെ രാഷ്ട്രീയ തീരുമാനമെന്ന് CPM. നിരപരാധിത്വം CPIM തെളിയിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി. ചന്ദ്രബോസ് വധക്കേസിൽ നിഷാമിന് ജീവപര്യന്തവും 24 വർഷം അധിക തടവ് ശിക്ഷയും 71 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 50 ലക്ഷം ബോസിന്റെ ഭാര്യയ്ക്ക്. കള്ളസാക്ഷി പറഞ്ഞ നിഷാമിന്റെ ഭാര്യയ്ക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. ശിക്ഷ പോരെന്ന ബോസിന്റെ കുടുംബം. അപ്പീൽ നൽകുമെന്ന് സർക്കാർ. ബാർകോഴ കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കൊടുത്ത ശേഷവും SP സുകേശൻ തെളിവെടുപ്പ് നടത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. റിപ്പോർട്ട് തയ്യാറാക്കിയത് സുകേശൻ അല്ലെന്ന് തെളിഞ്ഞുവെന്ന് ബിജു രമേശ്. സരിതയുടെ ടെലിഫോൺ രേഖകൾ നശിപ്പിച്ചതായി DGP സെൻകുമാർ സോളാർ കമ്മീഷനിൽ. രോഹിത്തിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധവുമായി ഹൈദരാബാദ് സർവകലാശാലയിലെ ദളിത് അധ്യാപകരും. 10 അധ്യാപകർ ഭരണ ചുമതല ഒഴിഞ്ഞു. ദളിത് കുട്ടികൾക്കെതിരായ അച്ചടക്ക നടപടി പിൻവലിച്ചു. ആരോപണ വിധേയരായ കേന്ദ്രമന്ത്രിമാർ രാജിവെക്കണമെന്ന് കോൺഗ്രസ്. വിഖ്യാത നർത്തകി മൃണാളിനി സാരാഭായി അന്തരിച്ചു. അന്ത്യം അഹമ്മദാബാദിലെ വസതിയിൽ. വിടവാങ്ങിയത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ തനത് വഴി തുറന്ന പ്രതിഭ. കതിരൂർ മനോജ് വധക്കേസിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ CBI പ്രതി ചേർത്തു. UAPA വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളും വധഗൂഢാലോചനയും ജയരാജനുമേൽ ചുമത്തിയിട്ടുണ്ട്. ജയരാജന് മനോജിനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ CBI വ്യക്തമാക്കുന്നു. ജയരാജൻ നാളെ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കും. കതിരൂർ മനോജ് വധക്കേസിൽ P ജയരാജനെ 25ാം പ്രതിയാക്കിയാണ് CBI തലശ്ശേരി സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. UAPAയിലെ 18, 19 വകുപ്പുകളും വധഗൂഢാലോചനയും ജയരാജനുമേൽ ചുമത്തിയിട്ടുണ്ട്. P ജയരാജന് മനോജിനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. P ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതിയാണ് മനോജ്. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. P ജയരാജനല്ലാതെ മറ്റാർക്കും മനോജിനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും CBI റിപ്പോർട്ടിൽ പറയുന്നു. CPIMൽ നിന്ന് RSSലേക്ക് മനോജ് അണികളെ റിക്രൂട്ട് ചെയ്തതിന്റെ രാഷ്ട്രീയ വൈരാഗ്യവും കൊലപാതകത്തിന് കാരണമായെന്ന് CBI കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം ആസൂത്രണം ചെയ്തതും ഇതിനായി ആളുകളെ സംഘടിപ്പിച്ചതും ജയരാജന്റെ നേതൃത്വത്തിലായിരുന്നുവെന്നും 1ാം പ്രതി വിക്രമൻ P ജയരാജന്റെ സന്തത സഹചാരിയാണെന്നും CBI പറയുന്നു. അതേസമയം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് AKG ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട P ജയരാജൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ അടിയന്തരമായി ചേർന്നിരുന്നു. യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ. കതിരൂർ മനോജ് വധക്കേസിൽ P ജയരാജനെ പ്രതി ചേർത്തതോടെ CBIക്കെതിരെ കടുത്ത വിമർശനവുമായി CPIM നേതാക്കൾ രംഗത്ത്. 3 ദിവസം കൊണ്ട് എന്ത് തെളിവാണ് P ജയരാജനെതിരെ CBIക്ക് ലഭിച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. CPM നേതാക്കൾ തന്നെ അവരുടെ കേസുകൾ തെളിയിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. RSS BJP നേതൃത്വങ്ങളുടെ നിർദ്ദേശാനുസരണമാണ് P ജയരാജനെ കേസിൽ പ്രതിയാക്കിയതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആരോപിച്ചു. CPIMന്റെ പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറിയെ തന്നെ ഇത്തരമൊരു കേസിൽപ്പെടുത്തുക, അങ്ങനെ CPIMന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുക, ഇതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത്. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും CPIM നേരിടുമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ ചോദ്യം ചെയ്യലുകളിലൊന്നും ഒരു തെളിവും കണ്ടെത്താതെ വന്ന CBI ഇപ്പോൾ പുതുതായി യാതൊരുവിധ ചോദ്യം ചെയ്യലും ഇല്ലാതെ പ്രതി ചേർത്തു എന്നുള്ളത് തന്നെ CBI നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു തിരക്കഥ അനുസരിച്ചാണ്. P ജയരാജനെതിരെ കേസെടുത്തതോടെ CBI കൂട്ടിലടച്ച തത്യാണെന്ന് തെളിയിക്കപ്പെട്ടതായി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. എന്നാൽ CBI നടപടിയെ സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി അക്രമ രാഷ്ട്രീയത്തെ എതിർക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് കൂട്ടിച്ചേർത്തു. ഈ കേസിന്റെ സ്ഥിതി എന്താണെന്ന് അവർ തെളിയിക്കട്ടെ. അതേസമയം CPIM നിയമത്തിന്റെ പിടിയിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആരോപിച്ചു. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് ജനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് CPMന്റെ ശ്രമമെന്നും സുധീരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, CPIM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ എന്നിവരാണുള്ളത്. ആദ്യം ശ്രീ K സുരേന്ദ്രൻ, 2 ദിവസം കൊണ്ട് എന്ത് തെളിവാണ് ലഭിച്ചത് എന്നാണ് CPM നേതാക്കൾ ആവർത്തിച്ചു ചോദിക്കുന്നത്. കുമ്മനം കണ്ണൂരിൽ പ്രവേശിക്കുന്ന ദിവസം പ്രവർത്തകരെ ആവേശഭരിതരാക്കാൻ വേണ്ടി ചെയ്ത പണിയാണിതെന്ന്. 2 ദിവസം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 ദിവസം മുമ്പ് ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല എന്നാണ് CBI പറഞ്ഞത്. പ്രതി ചേർക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീട് അറിയിക്കും. ഇന്ന് പ്രതി ചേർത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു നിയമ നടപടി മാത്രമാണിത്.
കേസ് അന്വേഷണത്തിന്റെ ഗൂഢാലോചന രണ്ടാം പാർട്ടായിട്ട് അന്വേഷിക്കുമെന്ന് ആദ്യം കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് തന്നെ CBI പറഞ്ഞിട്ടുണ്ട്. CPIMന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം ഗൂഢാലോചന നടത്തിയാണ് മനോജിനെ വകവരുത്തിയതെന്ന് ആദ്യ കുറ്റപത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സാധാരണ നടപടിക്രമങ്ങളാണ്. ഇതിൽ എന്താണ് രാഷ്ട്രീയമുള്ളത്? 2 ദിവസം മുമ്പ് ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല എന്ന് പറയുകയും അതിനു മുമ്പുള്ള കോടതി നടപടികളിലെല്ലാം തന്നെ ജയരാജൻ പ്രതിയല്ല എന്ന് പറയുമ്പോഴും CBIക്ക് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുവരെ പ്രതിയല്ല എന്ന് കഴിഞ്ഞ ദിവസം പറയുമ്പോൾ കുറെ കൂടി വ്യക്തത വേണമെങ്കിൽ നൽകാൻ കഴിയുമായിരുന്നു. CBIക്ക് പ്രതി ചേർക്കാൻ പോവുകയാണ്, അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കണമെന്ന്. അപ്പോൾ ഇതുവരെ പ്രതിയല്ല എന്ന് പറയുമ്പോൾ ആ നിലയിൽ CBIക്ക് പ്രതി ചേർക്കാൻ ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നും കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിലാണ് CBIക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാവുക. അങ്ങനെ എന്ത് തെളിവാണ് അധികമായി ലഭിച്ചത് എന്നാണ് ചോദ്യം. എൻ്റെ നികേഷ്, നിങ്ങൾ CPMന്റെ നേതാക്കന്മാർ പറയുന്ന വാദമുഖങ്ങൾ അതേപടി ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല. ജയരാജൻ പ്രതിയല്ല എന്ന് CBI എവിടെയും പറഞ്ഞിട്ടില്ല. CPMന്റെ ജില്ലാ നേതൃത്വം നടത്തിയ ഗൂഢാലോചനയാണെന്ന് ആദ്യ കുറ്റപത്രത്തിൽ പറഞ്ഞതാണ്. എന്തിനാണ് ജയരാജനെ പ്രതി ചേർക്കുന്നതിന് മുൻപ് മുൻകൂർ ജാമ്യ അപേക്ഷയുമായി പോയത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ മറുപടി പറഞ്ഞത്. CBI വളരെ കരുതലോടെയാണ് ഈ കേസ് നടത്തുന്നത്. കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന കൊലപാതക രാഷ്ട്രീയങ്ങളെല്ലാം അവസാനിക്കണമെങ്കിൽ എല്ലാവരും, നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നതാണ്, കൊലയാളികളെ മാത്രം പിടിച്ചാൽ പോരാ, കൊലപാതകം ആസൂത്രണം ചെയ്യുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്നതിനെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ നികേഷ്? എത്രയോ ആളുകൾ, വിധവകള്, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാര്, കൈകാൽ നഷ്ടപ്പെട്ടവർ, എത്രയോ കുടുംബങ്ങൾ അനാഥമായില്ലേ കണ്ണൂർ? അതിന് ഒരു അവസാനം ഉണ്ടാവണ്ടേ? ഇത്രയും കാലം കഴിഞ്ഞ വർഷം നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകം എന്തുകൊണ്ട് ഇക്കാര്യത്തിലൊരു വിശദീകരണം ആവശ്യമല്ലേ കെ സുരേന്ദ്രൻ? താങ്കളിൽ നിന്ന് തന്നെ ഞാനത് അറിയാൻ ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. പി ജയരാജൻ തുടക്കത്തിൽ പ്രതിയായിരുന്നില്ല, ഇപ്പോൾ മാസങ്ങൾ പിന്നിടുമ്പോൾ പ്രതിയാകുന്നു. അതിൽ എന്ത് കൂടുതൽ തെളിവാണ് നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പി ജയരാജനെതിരെ ലഭിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് നിങ്ങളുടെ അറിവ് എന്താണ്? അല്ല, എനിക്ക് CBIക്ക് വേണ്ടി ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം. നികേഷിന് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കേസ് ഡയറിയിലെ പകർപ്പ് വാങ്ങിയിട്ട് നോക്കാൻ കഴിയും. എല്ലാ മാധ്യമപ്രവർത്തകർക്കും കൊടുക്കും. ഇത് കോടതിയിലാണെന്ന് കൊടുക്കേണ്ടത്, ചാനൽ റിപ്പോർട്ടറുടെ മുമ്പിലോ ചർച്ചയിലോ അല്ല കൊടുക്കേണ്ടത്. ഒരു കൊലപാതക കേസിലെ പ്രതി ഏത് തരത്തിലുള്ള കുറ്റമാണ് ചെയ്തത് എന്നുള്ളത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? പക്ഷേ ആദ്യ കുറ്റപത്രത്തിൽ പി ജയരാജനെ പ്രതി ചേർക്കുന്നതിന് ആവശ്യമായ വാദങ്ങൾ CBI നിരത്തിയിരുന്നില്ല, ഇപ്പോൾ നിരത്തുന്നു എന്നുള്ളത് ആണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ മനോജ് ക്രിമിനലാണ് എന്നും രാഷ്ട്രീയ പ്രവർത്തകരെ ഇൻക്ലൂഡിംഗ് CPM പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതിയുമാണ് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ജയരാജന് മാത്രമേ വ്യക്തിവൈരാഗ്യമുള്ളൂ എന്ന നിലയിലാണ് പുതിയ അഡീഷൻ CBI ആരോപിക്കുന്നത്. നേരത്തെ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമായി മനോജിന് തർക്കങ്ങളുണ്ടായിരുന്നു, സംഘർഷത്തിലേർപ്പെട്ടിരുന്നു എന്ന് പറയുന്ന CBI ഇപ്പോൾ പി ജയരാജനെതിരെ മാത്രം കുറ്റമാരോപിക്കുന്നത് ആണ് കോൺട്രഡിക്ടറിയായി, പരസ്പര വിരുദ്ധമായി കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താണ് ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ CBIക്ക് നൽകാനുള്ള തെളിവുകളെന്ന്. നികേഷ്, അങ്ങനെ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ഒരു കേസ് അന്വേഷണത്തിനും കാലപരിധി നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ല. ഇവിടെ വർഗീസ് വധത്തിന്റെ പ്രതിയെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് പിടിച്ചത്? നിങ്ങൾ എന്താണ് ഇത്ര ലാഘവത്തോടു കൂടി ഇത്തരം കേസുകളെ കൈകാര്യം ചെയ്യുന്നത്? ഇത്ര ദിവസം കൊണ്ട്, 500 ദിവസം കൊണ്ട് പിടിക്കണം, അങ്ങനെ എവിടെയെങ്കിലും ഭരണഘടനയിലുണ്ടോ? അപ്പൊ കേസിന് ആവശ്യമായിട്ടുള്ള ഒരു പാർട്ടി നേതാവ്, ജില്ലാ സെക്രട്ടറിയെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ പ്രതി ചേർക്കുമ്പോൾ ഒരു മണ്ടത്തരം CBI കാണിക്കാൻ പറ്റും? ആവശ്യമായിട്ടുള്ള തെളിവുകളെല്ലാം സമാഹരിക്കാൻ കാലതാമസം വേണം. നികേഷ് ഇങ്ങനെ ധൃതി കാണിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സമയമുണ്ട്. യഥാസമയം എടുത്തിട്ടാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അത് നിയമത്തിന്റെ വഴിയാണ്. CMV ജയരാജൻ, താങ്കൾ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് സുരേന്ദ്രനോട് ആവർത്തിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചത്. വിക്രമനോ മറ്റ് 24 പ്രതികൾക്കോ കതിരൂർ മനോജിനോട് യാതൊരു വൈരാഗ്യവും ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നത് പി ജയരാജന് മാത്രമായിരുന്നു. ഒരു തിരുവോണ ദിവസം പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 5ാം പ്രതിയാണ് മനോജ്. ആ ഒറ്റ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് മനോജ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. മനോജിനെ കൊന്ന 1ാം പ്രതി വിക്രമൻ പി ജയരാജൻ്റെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമാണ്. CBIക്ക് അത്ര പോരെ? അല്ല, ഇതിൽ പി ജയരാജനെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കള്ളക്കേസിൽ പ്രതിയാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഇത് എല്ലാവർക്കും ബോധ്യമായി. നേരത്തെ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. ഇവിടെ ഒരു കേസിൽ പ്രതിയെ ചേർക്കുന്നതിന് കാലപരിധിയൊന്നുമില്ല. അതൊന്നും ഇവിടുത്തെ ഒരു പ്രശ്നമേ അല്ല. പക്ഷെ 505 ദിവസം അന്വേഷണം നടത്തിയ ഏജൻസി 2 തവണകളിലായി പറഞ്ഞു, ജൂൺ മാസവും അതുപോലെ തന്നെ ജനുവരി മാസവും പറഞ്ഞു, കേസിൽ ജയരാജ പ്രതിയല്ല, ജയരാജനെ പ്രതിയാക്കാനുള്ള തെളിവില്ല. ഏറ്റവും ഒടുവിൽ പറയുന്നത് ജനുവരി 18-നാണ്. 18-ന് ഈ കാര്യം പറഞ്ഞപ്പോൾ കോടതി അത് രേഖപ്പെടുത്തി. 19-ാം തീയതി കോടതി പറഞ്ഞു പ്രതിയല്ലെന്ന് ഇദ്ദേഹം പറയുന്നു, CBI പറയുന്നു, CBIയുടെ പ്രോസിക്യൂട്ടർ. അപ്പോൾ ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, UAPA കേസാവുമ്പോൾ ജാമ്യം കൊടുത്തിട്ട് കാര്യമില്ല. 18 കഴിഞ്ഞ് 21, ഈ 2 ദിവസത്തിനകം എന്ത് പുതിയ തെളിവാണ് കിട്ടിയത്? ഈ ചോദ്യമാണ്. അതിനാണ് നേരത്തെ ശ്രീ കെ സുരേന്ദ്രൻ ഉത്തരം നൽകിയത്. ശ്രീ MV ജയരാജൻ, കഴിഞ്ഞ ദിവസം CBI വിചാരണ കോടതിയിൽ പറഞ്ഞത് ഇപ്പോൾ പ്രതിയല്ല എന്ന് മാത്രമാണ്. നാളെ പ്രതി ചേർക്കപ്പെടാമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് CBI കോടതിയിൽ നൽകിയത്. അത് ഒരു തവണയല്ല. ഒരു തവണയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ജൂണിൽ ഇത് ആവർത്തിച്ചു പറഞ്ഞു ഇപ്പോൾ പ്രതിയല്ല. CBI ഇപ്പോൾ കോടതിയിൽ കൊടുത്ത 25ാം പ്രതിയാക്കിക്കൊണ്ട് ജയരാജനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. അക്യൂസ്ഡ് ഏഡിംഗ് റിപ്പോർട്ട് എന്നാണ് ഇതിൻ്റെ തലക്കെട്ട് തന്നെ. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ 508 ദിവസത്തെ അന്വേഷണത്തിനിടയിൽ ജയരാജൻ കതിരൂരിലെ മനോജ് കൊല ചെയ്യപ്പെടുന്നതിന് ഇന്നയാൾ സാക്ഷിയായി ഇന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയാക്കേണ്ടതാണ്? ഒന്നുമില്ല, ആകെ ഒരു അനുമാനമാണ്. മനോജ് മുമ്പ് ജയരാജനെ കൊലപ്പെടുത്താൻ വേണ്ടി നേതൃത്വപരമായി പങ്കുവഹിച്ച ഒരു ക്രിമിനലാണ്. അത് ഇതിനകത്ത് കൃത്യമായിട്ട് CBI പറയുന്നുണ്ട്. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ് മനോജ്, CPM പ്രവർത്തകരെ വേട്ടയാടിയത്. അതുകൊണ്ട് ജയരാജന് വിദ്വേഷമുണ്ട്. ഇതൊരു അനുമാനമാണ്. ഇത് തിരിച്ച് ഞാൻ ചോദിക്കാം. ജയരാജനെ വീട്ടിൽ കയറി തിരുവോണനാളിൽ 64 വെട്ടി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ക്രിമിനൽ സംഘത്തിൽ പെട്ട ഒരാൾ ഇപ്പോൾ CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രതികാരമാണെങ്കിൽ CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കില്ല. രാഷ്ട്രീയത്തിൽ പകയും വിദ്വേഷവും ഇല്ല. അപ്പം ജയരാജനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ജാഥ കണ്ണൂരിലെത്തുന്ന സമയത്ത് തന്നെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണമെന്നും അഥവാ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്നും ഉള്ളത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അതാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ മധുസൂദനൻ, TI മധുസൂദനൻ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടു. പ്രതിയാക്കുന്നതിന് മുമ്പ് മധുസൂദന് കൊടുത്ത നോട്ടീസാണിത്. ഇതാ നോട്ടീസിൻ്റെ കോപ്പി. നോട്ടീസ് ടു ദ വിറ്റ്നസ്, നിങ്ങളെ സാക്ഷിയായി ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇദ്ദേഹം ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് കിട്ടിയ ദിവസമാണ് ഇദ്ദേഹത്തെ പ്രതിയാക്കി റിപ്പോർട്ട് കോടതി കൊടുക്കുന്നത്. എന്നിട്ട് തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം കോടതിയിൽ സറണ്ടർ ചെയ്തു. എന്നിട്ട് ജാമ്യ ഹർജി കൊടുത്തു. ഇതുവരെ ജാമ്യം കിട്ടിയതിനു ശേഷം ഇതുവരെ മധുവിനെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ പ്രതിയാക്കലാണ് ഉദ്ദേശം, ചോദ്യം ചെയ്യലല്ല, തെളിവുകൾ ശേഖരിക്കലല്ല. ഇത് ഈ കേസിലെ 21ാം പ്രതിയായ അതൊക്കെ അതിന്റെ സാങ്കേതികത്വങ്ങളാണ്. വിചാരണ ഘട്ടത്തിൽ പി ജയരാജന്റെ അഭിഭാഷകന് കോടതിയിൽ വാദിക്കാവുന്ന കാര്യങ്ങളാണ്. അതിന്റെ സാങ്കേതികത്വമാണ്, എനിക്കറിയാം. അതിനപ്പുറത്തെ സാങ്കേതികത്വമാണ്. ഈ കൊലപാതകത്തിന്റെ ഒരു പ്രത്യേകത എടുത്തു പറയട്ടെ ശ്രീ MV ജയരാജൻ, പെട്ടെന്നുണ്ടായ പ്രകോപനം കാരണമല്ല മനോജ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്.
വധത്തിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടായിരുന്നു, ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ്. ഈ കൊലപാതകത്തിനൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. വിക്രമനെ മാത്രം ഒരുക്കുകയല്ല, അതിനപ്പുറത്തേക്ക് 19 പേരെ അതിനായി ഒരുക്കിയത് മുഴുവൻ പി ജയരാജൻ്റെ മുൻകാല വൈരാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതാണ് CBI പി ജയരാജനിൽ ജയരാജനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കൂട്ടത്തിലുള്ള ഒരാൾ ഇപ്പോൾ CPM-ലാണ് എന്ന് CBIക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നതിൽ വലിയ മുടുക്കൊന്നും വേണ്ടല്ലോ. അപ്പം മനോജിനെ കൊലപ്പെടുത്താൻ വേണ്ടി ജയരാജനുള്ള പകയാണ് ഇവർ കാരണമായി പറയുന്നത്. പണ്ടങ്ങാണ്ട് നടന്ന സംഭവത്തിലെ മനോജിനുള്ള പക 16 കൊല്ലം ജയരാജനെ ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതല്ലേ. എത്രയും കാര്യങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിന് ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ ജില്ലയിൽ എത്തുന്ന ദിവസം തന്നെ കാരണമാകുന്നതാ. മിനിഞ്ഞാന്ന് CBI തന്നെ കോടതി പറയുന്നു പ്രതിയല്ലാന്ന്. ശരി, വാദത്തിന് സമ്മതിക്കാം, ഇപ്പോൾ പ്രതിയല്ല. എന്നാൽ 18-ന് ശേഷം ഈ 21 വരെയുള്ള 2 ദിവസത്തിനകം 3 ദിവസത്തിനകം കണ്ടെത്തിയ കാര്യങ്ങൾ ഇന്നതെന്ന് ഈ പാരഗ്രാഫ് പറയണ്ടേ? പുതുതായി ഞങ്ങൾക്ക് ഇന്ന് തെളിവുകൾ കിട്ടിയെന്ന് പറയണ്ടേ? ഇത് 16 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് നേരത്തെ അറിയാത്ത. പിന്നെ 18-ാം വകുപ്പ്, UAPAയുടെ 18-ാം വകുപ്പ് ഈ വിക്രമന് പോലും ചുമത്തിയിട്ടില്ലേ? രസകരമാണ്. 18-ാം വകുപ്പ് 1-ാം പ്രതിക്ക് നേരെ പോലും ചുമത്തിയിട്ടില്ല. ഈ CBI ചെയ്ത ഒരു പണിയറിയങ്ങൾ, റഹീം എന്ന് പറയുന്ന 19-ാം പ്രതിയെ മാപ്പ് സാക്ഷിയാക്കാൻ കോടതി കൊണ്ടുവന്നു. റഹീമിനോട് അന്ന് പറഞ്ഞു, ജയരാജൻ്റെ പേര് പറഞ്ഞാൽ നിന്നെ രക്ഷിക്കാം. റഹീം അവിടെ കോടതിയിലെത്തി. റഹീം പറഞ്ഞു കോടതിയോട്, എനക്കൊന്നും അറിയില്ല, എന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു, എനിക്കൊരു വസ്തുത അറിയില്ല, ഞാൻ തന്നെ ഈ സംഭവത്തിൽ പങ്കാളിയല്ല. ഇതാണ് CBIക്ക് പൂഴിക്കടവൻ അടവ് പയറ്റിയിട്ടും തെളിവ് കിട്ടാതെ വന്നപ്പോൾ കൂട്ടിലിട്ട തത്തയെ കോൺഗ്രസ്സാണെന്ന് കൂട്ടിലിട്ടതെങ്കിൽ ആ കൂടിപ്പോൾ BJP ഏറ്റെടുത്ത് ആ തത്തയെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതാണിപ്പോ സംഭവിച്ചിട്ടുള്ളത് എന്ന് കെ. സുരേന്ദ്രൻ, മനോജിന്റെ കൊലപാതകത്തിൽ രാഷ്ട്രീയ വൈരാഗ്യമുണ്ട് എന്നതാണ് CBIയുടെ കേസ് എങ്കിൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ശ്രീ MV ജയരാജനും CPM നേതാക്കളാകെ തന്നെയും ഉന്നയിക്കുന്നത് തുടർച്ചയായി പറയുന്ന കാര്യങ്ങളാണ്, ഇന്ന് ആവർത്തിക്കുന്നത്. മോഹൻ ഭാഗവത് കണ്ണൂരിൽ വരുന്നു. അപ്പോൾ മനോജിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നു. പി ജയരാജനെ ഈ വിഷയത്തിൽ പ്രതി ചേർക്കണം എന്ന ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. മോഹൻ ഭാഗവത് രാജ്നാഥ് സിംഗിനെ വിളിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. രാജ്നാഥ് സിംഗ് അതിനൊരു തീയതി കണ്ടെത്തുന്നു. കുമ്മനം രാജശേഖരൻ്റെ വിമോചന യാത്ര കണ്ണൂരിലെത്തുന്ന ദിവസം പി ജയരാജൻ പ്രതിയാകും എന്നുള്ളത്. അപ്പോൾ അക്കാര്യത്തിലൊരു രാഷ്ട്രീയം നിങ്ങളിലും ആരോപിക്കാതെ വയ്യ എന്തായാലും. കാരണം ഈ ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ സന്ദർശനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ സുഹൃത്ത് ശ്രീ MV ജയരാജൻ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ കൊടുത്ത കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒന്നാമത്തെ കാര്യം, കൊലപാതകത്തിന്റെ മോട്ടീവിനെ കുറിച്ചാണ്. ഏത് കൊലപാതകം നടന്നാലും ആ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്ന് അന്വേഷണ ഏജൻസി പറയണം. ആ മോട്ടീവിനെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞതായിട്ട് അദ്ദേഹം വാദിച്ചിട്ടുള്ളത്. ഇത് മാത്രമൊന്നുമല്ല, തെളിവുകളാണ് ഇനി പ്രധാനം.
തെളിവുകൾ വളരെ സുപ്രധാനമാണ്. ആ തെളിവുകൾ എന്താണെന്നുള്ള കാര്യം തലനാരിഴ കീറി പരിശോധിച്ച് നിയമത്തിന്റെ യുദ്ധം നടത്താനുള്ള അവസരം CPIM-നുണ്ട്. CPIM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറിയെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു വകുപ്പില്ല, ഒരു കേസും ഇല്ലെന്നാണ്. പിന്നെ ഇതിനെ പേടിക്കുന്നത്? ഒരു കേസും ഇല്ലാതെ, ഒരു തെളിവും ഇല്ലാതെ പി ജയരാജനെ കൊണ്ടുപോയി ജയിലിൽ അടച്ച് കാര്യം നടത്തി കളയാമെന്നുള്ള മൗഢ്യം BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ പി ജയരാജനെ പിടിച്ചത്? അതിനേക്കാൾ വലിയ നേതാവാണല്ലോ എന്റെ സുഹൃത്ത് MP ജയരാജൻ. അടുത്തിരിക്കുന്നത് അയാളെ പിടിച്ചില്ലല്ലോ. എന്താണ് മറ്റേ ജയരാജനെ പിടിച്ചില്ലല്ലോ, എന്താ പിണറായിയെ പിടിച്ചില്ലല്ലോ, എന്താ കോടിയേരിയെ പിടിച്ചില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്ന വാദഗതികളല്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതിപ്പോ CBIയുടെ വക്കാലത്ത് എനിക്കില്ല. ഈ വണ്ടി ആരുടേതാ? ജയരാജന്റെ കാറിലാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. പിന്നെ വിക്രമൻ ആരാ? 10-20 കൊല്ലം ജയരാജന്റെ സന്തത സഹചാരിയാ. എന്തിനാ ജയരാജൻ വിക്രമനെ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ പോയി കണ്ടത്? ടെലിഫോൺ വിശദാംശങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളല്ല, അതൊക്കെ CBI കോടതി പറയേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം അന്വേഷിച്ച് ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ പ്രതികൾ രക്ഷപ്പെട്ട വണ്ടി ഈ MP ജയരാജൻ അല്പം മുമ്പ് പറഞ്ഞ 505 ദിവസങ്ങൾ തന്നെ CBIക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അത് പോരായിരുന്നു പി ജയരാജനെ പ്രതി ചേർക്കുന്നതിന് വേണ്ടി. വിക്രമൻ ബാംഗ്ലൂരിൽ ആശുപത്രിയിലായിരുന്നു എന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചത് പി ജയരാജനായിരുന്നു എന്നൊക്കെ നമ്മൾ ഈ കേസിൻ്റെ നാൾ വഴികളിൽ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത് പ്രതി ചേർക്കാൻ പോരായിരുന്നു. MP ജയരാജൻ തുടക്കം മുതൽ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, എന്താണ് ഇപ്പോൾ അഡീഷൻ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കൂടുതലായി തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കണ്ടേ എന്നാണ്. അതെന്താണ് എന്നെ സംബന്ധിച്ച് ശരിയാണ്, കെ സുരേന്ദ്രന് BBIയുടെ വക്കാലത്തില്ല. പക്ഷേ അത് നമ്മളറിയണ്ടേ, പൊതുസമൂഹം അറിയണ്ടേ? പൊതുസമൂഹം അറിയണമെങ്കിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചാർജ് ഷീറ്റ്, അതിന്റെ കേസ് ഡയറിയുടെ മുഴുവൻ വിശദാംശങ്ങളും പ്രോസിക്യൂഷൻ എന്താണ് കോടതിയിൽ സമർപ്പിച്ചത് എന്നുള്ളത് വിവരാവകാശ പ്രകാരം എടുത്ത് തലനേറിഴ കീറി നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാം. അല്ല ശ്രീ കെ സുരേന്ദ്രൻ, ഇതിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചതിന് അഡീഷണൽ ആയിട്ട് 2 പേപ്പറുകൾ നൽകിയിരിക്കുന്നു. ആ പേപ്പറുകളാണ് അല്പം മുമ്പ് ശ്രീ MP ജയരാജൻ ഉയർത്തി കാണിക്കുന്നത്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് എന്നുള്ളത് പോകട്ടെ, പുതിയ വിവരങ്ങൾ എന്താണ് എന്നെ സംബന്ധിച്ച് വ്യക്തത നൽകുന്നില്ല. ഇനിയും ധാരാളം. ഞാൻ ചോദിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ചോദ്യം അതല്ല. CBI നാളെ എന്തൊക്കെ തെളിവുകളാണ് കോടതിയിൽ സപ്ലിമെന്ററി ആയിട്ട് ഹാജരാക്കാൻ പോകുന്നത്? CBI എന്തെല്ലാം ആരെയൊക്കെ ഇന്ററോഗേറ്റ് ചെയ്തതിന്റെ വിശദാംശങ്ങളാണ്? ജയരാജനെ 7 മണിക്കൂർ ചോദ്യം ചെയ്തു. ജയരാജനെ 7 മണിക്കൂർ ചോദ്യം ചെയ്ത് രണ്ടാമത് ജയരാജൻ വന്നില്ല. എന്താ വരാതിരുന്നത്? ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയാണോ എന്ന് മറ്റു സാക്ഷികളെ ചോദ്യം ചെയ്യുമ്പോഴാണ് കിട്ടുക. അത് മനസ്സിലാക്കിയപ്പോൾ ജയരാജൻ വന്നില്ല, അദ്ദേഹം ആശുപത്രിയിൽ പോയി കിടന്നു. രണ്ടാമത് വന്നപ്പോൾ അദ്ദേഹത്തിന് പല ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും ഒരു പബ്ലിക് ഡൊമൈനിൽ മാധ്യമങ്ങളോട് ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേസിന്റെ എല്ലാ വിശദാംശങ്ങളും കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് നമ്മൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ നിയമ നടപടികളാണ്. നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാം. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒരു കൊലപാതക കേസിൽ പ്രതിയാകുന്നത്, എനിക്ക് തോന്നുന്നത് ഇത്രയും പ്രമാദമായ ഒരു കൊലപാതക കേസിൽ പ്രതിയാകുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. എന്തായാലും CBI കേസിൽ ആരും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. നേരത്തെ സുരേന്ദ്രൻ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കണ്ണൂരിൽ നിന്നുള്ളവരാണ് CPM-ന്റെ എല്ലാ പ്രമുഖ നേതാക്കളും. അവരിൽ ഒന്നും ആരോപിക്കപ്പെടാത്ത കുറ്റം പി ജയരാജനിൽ ആരോപിക്കപ്പെടുന്നത് കഴമ്പുള്ള തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും. വരും ദിവസങ്ങളിൽ നിങ്ങളൊക്കെ അത് അറിയാൻ പോവുകയാണ്. അല്ല, ശ്രീ സുരേന്ദ്രൻ പറയുന്നത് ഞാൻ CBIയുടെ വക്കാലത്തെടുത്തിട്ടില്ല എന്നാണ്. പക്ഷെ CBIക്ക് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ തെളിവുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ തന്നെയാണ് CBIക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. പക്ഷെ അതൊന്നും ഈ കടലാസിലില്ല. ഈ കടലാസിലില്ലാതെ എങ്ങനെയാണ് കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിൽ, ഇതിലെ വാചകം തന്നെ അക്യൂസ്ഡ് ഏഡിംഗ് റിപ്പോർട്ട് എന്നാണ്. കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ടാണ് ഏഡിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. കൂടുതൽ പ്രതികളെ ചേർത്തുകൊണ്ട് ആ രേഖകൾ കൂടുതൽ സമ്പൂർണ്ണമാക്കുകയാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ രേഖകൾ കൂടി, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് രേഖകളുണ്ട്, ഇദ്ദേഹം അത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായി ഒരാളെ പ്രതിയാക്കുകയാണ്. ഇനി ഭയത്തിൻ്റെ കാര്യം, സുരേന്ദ്രന് തീരെ ഭയമില്ല. സുരേന്ദ്രന് ഭയമില്ലാത്തത് കൊണ്ട് തന്നെ എന്നെപ്പോലുള്ള പൗരന്മാർക്കും ഭയമില്ല. അപ്പോൾ ഭയത്തിൻ്റെതല്ല പ്രശ്നം. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ ഇത്രമാത്രം ദുരുപയോഗം ചെയ്യാൻ പാടുണ്ടോ? അന്വേഷണ ഏജൻസിയെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടുണ്ടോ? ഈ ചോദ്യമാണ് ഉയർന്നു വരുന്ന ചോദ്യം.
പി ജയരാജൻ ഒരു ആക്രമണത്തിന് വിധേയനായി ജീവച്ഛവമായി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 4 ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം മറ്റൊരു വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പിലും അത്ഭുതകരമായി രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇത്രമാത്രം വേട്ടയാടാൻ പാടുണ്ടോ? ഇതാണ് സുരേന്ദ്രൻ്റെ പ്രസ്ഥാനവും രാഷ്ട്രീയമായി CBIയെ ദുരുപയോഗം ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ചിന്തൻ ബയോടെക്കിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി RSSന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ രേഖകളിൽ നിന്ന് മാധ്യമങ്ങൾ വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞത് CPIMന്റെ നേതൃത്വത്തെ ഈ കതിരൂർ കേസിൽ പ്രതിയാക്കുമെന്ന് അവരൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ളത്. അല്ലാതെ 212 സാക്ഷികളെ സാക്ഷികളായി ചോദ്യം ചെയ്തപ്പോഴോ തെളിവുകളും രേഖകളും പരിശോധിച്ചപ്പോഴോ ഇനി മറ്റെല്ലാ സാധ്യതകൾ നോക്കിയപ്പോഴോ ഉള്ളതല്ല. ഇവിടെ പറഞ്ഞല്ലോ സാന്ദർഭികമായി ഈ വിക്രമൻ ചികിത്സ തേടിപ്പോയി. എന്താ കോടതിയിൽ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ച സാക്ഷി പട്ടികയിലും മൊഴികളിലും രേഖപ്പെടുത്തിയത്? ആ വിക്രമനെ അവിടെ കൊണ്ടുപോയത് ഇവിടെയുള്ള ഒരു ഡോക്ടറുടെ റെഫറൻസ് ലെറ്ററോട് കൂടിയാണ്. അതിലെന്തെന്നാ പി ജയരാജന് പങ്ക്? ആ ഡോക്ടറുടെ മൊഴിയെടുത്ത് ഇപ്പോൾ കുറ്റപത്രത്തിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ കുറ്റപത്രത്തോടൊപ്പം കൊടുത്ത ഡോക്ടറുടെ മൊഴിയിൽ എന്താ പറയുന്നത്? ഞാനാണ് ഇദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചത്. എനിക്ക് ബാംഗ്ലൂരിൽ നിംഹാൻസിൽ ബന്ധമുണ്ട്. എൻ്റെ വൈഫ് അവിടെ ജോലി ചെയ്തിരുന്നു. അവിടെയുള്ള ബന്ധം ഉപയോഗിച്ച് ഇന്ന് ഏറ്റവും നല്ല അഡിക്ഷൻ സെൻറ്ററിൽ ഞാൻ ഒരു രോഗിയെ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ജയരാജന എതിരായി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നു എന്ന മട്ടിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തെളിവുകൾ ബോധപൂർവം ജയരാജനെതിരായി സൃഷ്ടിക്കപ്പെടുകയാണ്, വസ്തുതകളില്ലാതെ സൃഷ്ടിക്കപ്പെടുകയാണ്. കള്ളസാക്ഷികൾ ഉണ്ടാക്കാൻ ഇനി നോക്കും. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. ജയരാജൻ അത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഈ കേസിനെ നിങ്ങൾ കാണുന്നത് എങ്കിൽ എന്തുകൊണ്ട് CBI നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ്. CBI ഒരു ചോദ്യം ചെയ്യലിന് വിളിക്കുമ്പോൾ ആശുപത്രിയിൽ പോയി കിടക്കുക, അല്ലെങ്കിൽ വരാൻ കഴിയില്ല, മറ്റ് അസൗകര്യങ്ങൾ ഉണ്ടെന്ന് പറയുക, നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ സുതാര്യമാണെങ്കിൽ ഇങ്ങനെ ഒളിച്ചോടേണ്ട കാര്യമില്ലല്ലോ. ഒരു ഒളിച്ചോട്ടവും ഇല്ല. CBI ചോദ്യം ചെയ്യാൻ വിളിച്ചു, ചോദ്യം ചെയ്യലിന് വഴങ്ങി, 6 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തു, വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് സമയം വേണമെന്ന് പറഞ്ഞു. ആ സമയത്തുള്ള ഒരു ആശങ്ക കേരളത്തിലെ ജനങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുന്നു. ആ ആശങ്ക എന്തെന്ന് ചോദിച്ചാൽ TI മധുസൂദനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ. മധുസൂദൻ അന്ന് ഗുരുവായൂരിലേക്ക് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നതാണ്. മധുസൂദനെ സ്വതസിദ്ധമായി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥനോട്, ഞാൻ പോകുന്ന വഴിക്ക് തലശ്ശേരിയിൽ നിങ്ങളെ ക്യാമ്പിൽ വരാം, നിങ്ങളെ ചോദ്യം ചെയ്യലിന് വിധേയമാകാം. അപ്പൊ അന്വേഷണ വിക്രമനുമായുള്ള പി ജയരാജന്റെ അടുപ്പം അത് വെളിവാക്കുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ശ്രീ കെ സുരേന്ദ്രൻ നേരത്തെ പറയുന്നതും അത് തന്നെയാണ്. അഴീക്കോടൻ മന്ദിരത്തിൽ ഇരുന്ന് ജില്ലാ സെക്രട്ടറി എന്ന പദവി വഹിക്കുന്നത് പോലെ തന്നെ AKG ആശുപത്രിയിൽ ഇരുന്നും പി ജയരാജൻ അത് കഴിയും എന്നുള്ളത് കൊണ്ടാണ് AKG ആശുപത്രിയിലേക്ക് അദ്ദേഹം മാറുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് അസുഖമൊന്നും ഉള്ളത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കാൻ ശ്രീ കെ സുരേന്ദ്രന് കഴിയുന്നു. അത് പക്ഷേ നിങ്ങൾ നിയമത്തിൽ നിന്നും ഒളിച്ചോട്ടമാണ്, നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുതേടലാണ്. സുരേന്ദ്രനെ പോലെ ഞാനൊരു ഡോക്ടറല്ല. ഞാനൊരു ഡോക്ടറോട് ചോദിച്ചു, ജയരാജനെ ചികിത്സിച്ച ഡോക്ടറോട്. അദ്ദേഹം 4ാമത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തയാളാണ്. അസാധാരണമാണ്, 3ലധികം സ്റ്റെൻഡ് വെക്കുന്നവർ നമ്മളെ സമൂഹത്തിൽ അധികം കാണില്ല. ഇത് 4ാമത്തെ സ്റ്റെൻഡ് വെച്ചു. ആ സ്റ്റെൻഡ് വെച്ചതിനെ തുറന്ന് 6 മാസമായി. അദ്ദേഹം ഇക്കഴിഞ്ഞ 17 മുതൽ 19 വരെയുള്ള ദിവസങ്ങൾ, 16 മുതൽ 19 വരെയുള്ള 4 ദിവസം എല്ലാവർക്കും അറിയുന്നത് പോലെ നവകേരള മാർച്ചിൽ പൂർണ്ണമായി സജീവമായിരുന്നു. കൂടുതൽ സ്ട്രെയിൻ എടുത്തു. അതിൻ്റെ ഫലമായി ഹൃദ്രോഗ അദ്ദേഹത്തിൽ കുറച്ചുകൂടി വേദനയും മറ്റും വന്നു. അതാണ് ആശുപത്രിയിൽ പോയത്. ഡോക്ടർ അവിടെ പരിശോധിച്ചു. അതീവ സുരക്ഷ ആവശ്യമുണ്ട് എന്ന് ഡോക്ടർക്ക് ബോധ്യമായി.
ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. അതാണ് സത്യം. അതൊക്കെ ഒളിച്ചോട്ടലായിട്ട് വ്യാഖ്യാനിക്കുന്നവർ സുരേന്ദ്രൻ പോലുള്ള ഡോക്ടർമാർക്ക് കഴിയും. ഞാനൊരു ഡോക്ടറല്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ശ്രീ എം വി ജയരാജൻ ആരോപിക്കുന്നതും ഇന്ന് പിണറായി വിജയൻ പറഞ്ഞതും അല്ലെങ്കിൽ പിണറായി വിജയൻ നവകേരള യാത്രയിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശാഭിമാനിയിൽ പരമ്പരയായി വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ചിന്തൻ ബൈഠക്കിൽ CPM-ൻ്റെ നേതൃത്വത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന രാഷ്ട്രീയ തീരുമാനമെടുത്തിരിക്കുന്നു. രണ്ട്, RSS-ന് അകത്ത് തന്നെയുള്ള ചില കുഴപ്പങ്ങളുണ്ട്. ബലിദാനികളുടെ നൽകേണ്ട സഹായധനം RSS-ൻ്റെയും BJP-യുടെയും നേതാക്കൾ വെട്ടിച്ചു. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി CPM-ൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ആകെ തന്നെ കേസിൽ കുടുക്കി ശ്രദ്ധ തിരിക്കുക, ആ തീരുമാനമാണ് മോഹൻ ഭാഗവത് രാജ്നാഥ് സിംഗിനെ അറിയിച്ചത്. എൻ്റെ നികേഷ്, ഈ PM മനോജിനെ പോലുള്ള ആളുകൾ BJP-യുടെ രണ്ട് പ്രവർത്തകരെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന അദ്ദേഹത്തിന്റെ കുടുംബം, അവർ ദേശാഭിമാനിയിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ വാർത്തകളായിട്ട് വലിയ കണ്ടുപിടിച്ച CBI കണ്ടുപിടിച്ച വാർത്തകളെ പോലെ നിങ്ങൾ പറയരുത്. അങ്ങനെ ഒരു സംഭവം ഒരു സ്ഥലത്തും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചിന്തൻ ബൈഠക്കിനെ കുറിച്ചുള്ള ഒരു വാർത്തയും ദേശാഭിമാനിയിൽ മനോജ് എഴുതിയതല്ലാതെ. എന്നിട്ട് അദ്ദേഹം എന്തോ കണ്ടുപിടിച്ചതുപോലെ വലിയ സംഭവം. RSS-ന് ചിന്തൻ ബൈഠക്കിൽ ഒരു രഹസ്യവുമില്ല. നിങ്ങൾക്ക് RSS-നെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. മോഹൻ ഭാഗവത് 2 തവണ കേരളത്തിൽ വന്നതാണ്. ഒരു കൊല്ലം 4 തവണ സർസംഘചാലക എല്ലാ സ്റ്റേറ്റിലും പോവും. സീതാറാം യെച്ചൂരി വരുന്നില്ലേ? ഇതൊക്കെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ അങ്ങനെ യാതൊരു RSS-ന്റെ ഗൂഢാലോചനയുടെ ആവശ്യമില്ല. CPIM-നെ തകർക്കാൻ ഒരു കള്ള കേസ് എടുക്കണമെങ്കിൽ BJP ഗവൺമെന്റിന് RSS ഗൂഢാലോചന നടത്തേണ്ട ഒരു കാര്യവുമില്ല. എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു പാർട്ടിക്ക് കഴിയുമോ? കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്രയും കാലം ഒരു CPM-നെ തകർക്കാൻ അതിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയെ പിടിച്ച് 4 മാസം ജയിലിലിട്ടാൽ ഉടനെ അത് അങ്ങനെയൊന്നല്ല. ഇതൊക്കെ വെറുതെ, ഇതിപ്പോ അവർക്ക് എന്തെങ്കിലും പറയണം. ആ ന്യായം നമ്മളായിട്ട് തന്നെ അത് ആവർത്തിക്കുന്നത്. അത് CPM-ന്റെ ഒരു വാദമാണ്. അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ? അവർക്ക് പറയണം ഞങ്ങൾ നിരപരാധികളാണ്, സമാധാനത്തിന്റെ മാലാഖകളാണ്, ഒരു കൊലപാതകം നടത്തിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഷുക്കൂർ കേസിൽ പ്രതിയായത് ഞങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടാണോ? കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും CBI കേസിൽ പ്രതിയായത് ഞങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടാണോ? ഞങ്ങളെ ഗവൺമെന്റ് വരുന്നതിന് മുമ്പല്ലേ ആ കേസുകളൊക്കെ? എത്ര കേസിൽ പ്രതിയായിട്ടുണ്ട്? ശ്രീ എം വി ജയരാജൻ, 4 മാസത്തെ ജയിൽവാസത്തെക്കുറിച്ചാണ് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ P ജയരാജൻ പുറത്തുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നതിലൂടെ സംഘടനാപരമായി നിങ്ങൾക്ക് ഭയമുണ്ടോ? P ജയരാജനില്ലാതെ അവിടെ സംഘടന ചലിക്കില്ല എന്നുണ്ടോ? ഈ വെടിക്കെട്ടുകാരുടെ മക്കളോട് ഉടുക്ക് കെട്ടി കാട്ടി പേടിപ്പിക്കാൻ നോക്കി ആരൊക്കെ പേടിക്കുമോ? അത് ഇന്ത്യക്ക് 4 മാസത്തെ കാര്യമെന്ന് പറയുന്നത് AKG എത്ര കാലം ജയിലിൽ കിടന്നിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി എത്ര കമ്മ്യൂണിസ്റ്റുകാർ ജയിലിൽ കിടന്നിട്ട് മർദ്ദനം സഹിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് അത്തരം ഒരു ഭയത്തിൻ്റെ പ്രശ്നമല്ല. രാഷ്ട്രീയവൽക്കരിക്കുന്നു അന്വേഷണ ഏജൻസിയെ. അന്വേഷണങ്ങൾ പ്രഹസനമാകുന്നു. അതാണ് ഇവിടെ ഉണ്ടാവുന്നത് എന്നത് ഈ നാട് മുഴുവൻ മനസ്സിലാക്കുകയാണ്. നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണിത്. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും കള്ളക്കേസിൽ പ്രതികളാക്കുന്നു. അതെവിടെയെത്തും? ഓരോ ഭരണാധികാരികളും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും അവരവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ആ അന്വേഷണ ഏജൻസിയെ ഉപയോഗപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? അതല്ല ജുഡീഷ്യറിയിൽ നിന്ന് CBIക്ക് തുടർച്ചയായിട്ട് ചില കൊട്ട് കിട്ടുന്നത്. അത് ഇതിലും ഉണ്ടാവാൻ ഇടയുള്ള വിധത്തിലാണ് CBI ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഞങ്ങൾക്ക് 4 മാസമാവില്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലാവും. സുരേന്ദ്രനാണ് യഥാർത്ഥത്തിൽ എല്ലാം അറിയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു 4 മാസത്തേക്ക് ജയിലിൽ കിടക്കാൻ സാധ്യതയുണ്ടെന്ന്. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കുന്നു, ഇതിനെ നിയമപരമായി രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും. നിയമപരമായി നേരിടൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഹർജി കൊടുക്കലാണ്. അത് ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ കേസിന്റെ ട്രയൽ വന്നാൽ എങ്ങനെയെല്ലാം നിയമപരമായി നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ പറ്റുമോ ആ നിരപരാധിത്വം തെളിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിന് ഒരുപാട് സാധ്യതകൾ ഈ കേസിലുണ്ട് എന്ന് നിയമവിദഗ്ധന്മാർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. നിരപരാധിയായ ഹൃദ്രോഹിയായ BJPക്കാർ വെട്ടിക്കൊല്ലാൻ പരിശ്രമിച്ച അത്ഭുതകരമായി രക്ഷപ്പെട്ട P ജയരാജനെ കള്ളക്കേസിൽ കുടുക്കിയൊന്നും ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ കഴിയില്ല. CPM-ന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെയോ സുരേന്ദ്രൻ, RSS-ന്റെ ഒരു ജില്ലാ കാര്യവാഹോ അല്ലെങ്കിൽ BJP-യുടെ ജില്ലാ പ്രസിഡന്റോ പോലും മുൻകാലങ്ങളിൽ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ പ്രതിയായിട്ടില്ല. CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെടുമ്പോൾ പോലും
ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ഈ പ്രതി ചേർക്കപ്പെടുകയാണ്. നേരത്തെ പ്രവർത്തകർ കൊല ചെയ്യപ്പെടുമ്പോൾ നേതാക്കൾ കൊല ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമ്മളൊരു വലിയ വൈരുദ്ധ്യമായി കണ്ടിരുന്നു. അല്ലെങ്കിൽ നേതാക്കളിലേക്ക് രാഷ്ട്രീയ സംഘർഷം എത്തുന്നില്ല, അവർ സുരക്ഷിതരാണ്, എപ്പോഴും പ്രവർത്തകർ മാത്രമാണ് ബലിയാടുകളായി മാറുന്നത് എന്നുള്ളത് കേരളം പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളപ്പം ട്രാക്ക് മാറ്റി പിടിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ നികേഷ്, തെറ്റായിട്ട് നിങ്ങൾ നന്നായിട്ട് CPM-നെ സഹായിക്കുന്നുണ്ട്. എനിക്കതിന് വിരോധമില്ല. കാരണം ഞാൻ പറയാത്ത കാര്യങ്ങളാണ് താങ്കൾ ഇപ്പോൾ ഉദ്ധരിച്ചത്. ഞാൻ പറഞ്ഞത് നിസ്സാരമായിട്ട് ഇങ്ങനെ ഒരു ലാഘവത്തോടു കൂടി ഈ കേസിനെ കാണാൻ ഞങ്ങളെപ്പോലെ ഒരു പാർട്ടി തയ്യാറാവില്ല എന്നുള്ളത്. വേറൊരു കാര്യം, പിന്നെ ജയരാജൻ പറഞ്ഞ 2 വഴികൾ സ്വീകരിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഞങ്ങൾക്കില്ല, നിയമവഴിയും രാഷ്ട്രീയ വഴിയും. പക്ഷേ സുകുമാരൻ ഡിവൈഎസ്പിയോട് പറഞ്ഞതുപോലെ, എടോ മലദ്വാരത്തിലേക്ക് കമ്പി കുത്തിക്കയറ്റുന്നവനെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞതുപോലെ CBI ഉദ്യോഗസ്ഥന്മാരെ ദയവായിട്ട് ഉപദ്രവിക്കരുത്. ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ MLA-മാരുൾപ്പെടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് അന്വേഷണം തടസ്സപ്പെടുത്തിയതുപോലെ ദയവായി CBIയെ ഭയപ്പെടുത്തരുത്. അങ്ങനെ ഭയപ്പെടുത്തിയാൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അല്ല, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അങ്ങനെ പേടിച്ച് ഓടുന്നവരല്ല CBIയും അവരുടെ മുകളിലുള്ള ഗവൺമെന്റും എന്നുള്ള കാര്യം വളരെ വിനയത്തോടെ ഞാൻ പറയുന്നു. പിന്നെ നികേഷിനെ പോലെ ആളുകൾ ചെയ്യുന്ന ഒരു ദ്രോഹമുണ്ട്. എന്താണെന്നറിയോ? ആ ദ്രോഹം കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നതാണ്. കണ്ണൂരിലെ കൊലപാതകങ്ങൾ അവസാനിക്കാൻ അവരുടെ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളത്. അതിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അന്ധമായ വിരോധത്തിന്റെ പേരിൽ, BJP വിരോധത്തിന്റെ പേരിൽ. ഇത് ശരിയല്ല. കാരണം കൊലയാളികൾ മാത്രം പിടിക്കപ്പെട്ടാൽ പോരാ. കർട്ടന് പുറകിലിരുന്ന് കൊലപാതകം ആസൂത്രണം ചെയ്യുന്നവർ എത്ര ഉന്നതന്മാരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ളത് മനസാക്ഷിയുള്ള കേരളത്തിന്റെ ആവശ്യമാണ്. അതിനെ നിങ്ങൾ BJP വിരോധം കാരണം ചോദ്യം ചെയ്യരുത്. ഒരു കേസിൽ അത് വന്നിരുന്നെങ്കിൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ഗവൺമെന്റ് അത് അവകാശപ്പെട്ടതാണ്. പക്ഷേ CPIM നേതൃത്വം ഭയപ്പെടുത്തി ഗൂഢാലോചനക്കാരെ പിടിക്കാൻ സമ്മതിച്ചില്ല. ഗവൺമെന്റ് തന്നെ തുറന്ന് സമ്മതിച്ച കാര്യമാണത്. ഈ കേസിലെങ്കിലും ഗൂഢാലോചന പുറത്തു വരട്ടെ. ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് നികേഷ്, 1ഉം 2ഉമല്ല. KT ജയകൃഷ്ണനെ, പന്ന്യന്നൂർ ചന്ദ്രനെ, TP ചന്ദ്രശേഖരനെ, ഇവരെല്ലാം ഗൂഢാലോചന നടത്തിയിട്ടാണ്, അല്ലാതെ വെറുതെ 2 വാടക പ്രതികൾ കൊന്നതല്ല. രാഷ്ട്രീയ നേതൃത്വമാണ് ഇതിന് പിന്നിലുള്ളത്. ഇന്നേ വരെ ഒരു BJP-കാരനെ പോലെയും ഒരു കൊലപാതകത്തിന്റെ പേരിലും രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പിടിക്കാൻ ഒരു BJP നേതാവിനെയും കഴിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ ആ പണി ചെയ്യുന്നവരല്ല. വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ശുക്കൂർ വരെ, മനോജ് വരെ CPM-ന്റെ നേതാക്കന്മാരാണ് എല്ലാ കൊലപാതക കേസുകളുടെയും പിന്നിലുള്ളത്. അതുകൊണ്ട് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തീർത്തുകൊള്ളൂ. പക്ഷെ അതിന് ഇങ്ങനെ വ്യാഖ്യാനിക്കരുത്. MV ജയരാജൻ, നിങ്ങൾ ദയവായി അന്വേഷണത്തിൽ ഇടപെടരുത്. താങ്കൾ മലദ്വാരത്തിൽ കമ്പി കുത്തുന്നവനെ നിന്നെ കണ്ടോളാം എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതും MLA-മാരെ കൊണ്ട് ഉപരോധം ഏർപ്പെടുത്തി നേതൃത്വത്തിലേക്ക് TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ ഗൂഢാലോചന നീളുന്നത് ഒഴിവാക്കിയതും ഉദാഹരണങ്ങളായി ശ്രീ K. സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നു. സുരേന്ദ്രൻ്റെ മലദ്വാരത്ത് കമ്പി കയറ്റി നോക്കണം. നേരെ സുരേന്ദ്രന് മനസ്സിലാവും. ഇത് സുകുമാരനോട് ഞാൻ പറഞ്ഞത് റിപ്പോർട്ടർ TV ഉൾപ്പെടെ എല്ലാവരും കാണിച്ചതാ. ഞാൻ ചോദിച്ചു, എന്താ സുകുമാരാ, ആ സുമേഷിനെ മലദ്വാരത്ത് കമ്പി കയറ്റിയ പോലെ ജയരാജനെ കയറ്റുവോ? അന്വേഷണത്തിന് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. അതങ്ങനെ തന്നെ നിങ്ങൾ കാണിച്ചതാണ്. കയറ്റുവോ? ഇങ്ങനെയുള്ളൊരു ചോദ്യമാണ്. ഇനി ആ കേസ് എന്തായി? സുമേഷിനെ മലദ്വാരത്ത് കമ്പി കയറ്റിയേ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് സുകുമാരൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അത് ഒഴിവാക്കി കിട്ടാൻ സുപ്രീം കോടതി വരെ പോയിട്ടും രക്ഷ കിട്ടിയില്ല. ആ കേസ് നടക്കുകയാണ്. എല്ലാ മാസവും ഒരു ദിവസം ഞാൻ ഈ കലക്ട്രേറ്റ് മാർച്ചിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സമരത്തിന് കോടതി പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കേൾക്കും പ്രതിക്കൂട്ടിൽ സുകുമാരനെ വിളിക്കുന്ന എന്താ? അവിടുത്തെ പ്യൂണ്, മലദ്വാരത്ത് കമ്പി കയറ്റിയ സുകുമാരൻ ഹാജരുണ്ടോ? കേൾക്കുക. എന്തിനാ സുരേന്ദ്ര ആ സുകുമാരനെ രാജീകരിക്കാൻ നിൽക്കുന്നു? ആ മലദ്വാരത്ത് കമ്പി കയറ്റിയ ആ സുമേഷ് കൊടുത്ത സ്വകാര്യ ന്യായം ഫയലിൽ സ്വീകരിച്ച് മെഡിക്കൽ റിപ്പോർട്ട്, എന്നിട്ട് ആ കേസ് സുപ്രീം കോടതി വരെ നടത്തിയിട്ടും സുകുമാരൻ രക്ഷപ്പെട്ടില്ല. അതാ കേസ്. അപ്പൊ പിന്നെ ആ മലദ്വാരത്ത് കമ്പി കയറ്റുന്ന സുകുമാരനാ, മോനെ സുകുമാര വാ ഒരു ഉമ്മ തരാം, വാ സുകുമാര ഒരു മാല തരാം. ഏത് മലദ്വാരത്ത് കമ്പി കയറ്റുന്ന അപരിഷ്കൃത നടപടി സ്വീകരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ നിയമത്തിലൊന്നും ഇടപെട്ടിട്ടില്ല.
നിയമപരമായ ഒരു നടപടിക്രമങ്ങളിലും ഞങ്ങൾക്ക് വിയോജിപ്പുമില്ല. ചോദ്യം ചെയ്യാൻ വിളിച്ചു, ചോദ്യം ചെയ്യാൻ ജയരാജൻ പോയി. ചോദ്യം ചെയ്യാൻ വിളിച്ചു, മധു പോകാൻ നോക്കുമ്പോൾ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തു. ഇതിലൊന്നും ഞങ്ങൾക്ക് ആ ശേഷം പ്രശ്നമില്ല. ഇദ്ദേഹം കുറേ കൊലക്കേസിൻ്റെ കണക്കെല്ലാം പറഞ്ഞല്ലോ. CPM-നോടാണ് ഇത് പറയുന്നത് സുരേന്ദ്രൻ. അത് കണ്ണൂരിൽ എത്ര പേർ, ഈ കണ്ണൂർ ജില്ലയിൽ എത്ര പേരെ RSSകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ മിരുവമ്പായിലെ കുഞ്ഞിരാമൻ മുതൽ ഏറ്റവും ഒടുവിൽ വിനോദം വരെയുള്ളവരെ 69 പേർ. ഇക്കഴിഞ്ഞ UDF-ന്റെ 4.5 വർഷത്തെ ഭരണത്തിനിടയിൽ മാത്രം 17 പേരെയല്ലേ CPM പ്രവർത്തകന്മാരെ RSSകാർ കൊലപ്പെടുത്തിയത്. എന്നിട്ട് ചിന്തൻ ബൈഠക്കിൽ എടുത്ത തീരുമാനം പുറത്തു വന്നതിനെ പറ്റി സുരേന്ദ്രൻ പറയുന്നത് എന്താ തീരുമാനം? CPM-ന്റെ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞു കയറണം, ഹിന്ദു ക്ഷേത്രങ്ങളിലെ പരിസരത്ത് അഹിന്ദുക്കളുടെ കച്ചവട സ്ഥാപനങ്ങൾ പാടില്ല. ഈ നാട്ടിലാകെ രാജ്യത്ത് നടക്കുന്ന, ഉത്തരേന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപം സംഘടിപ്പിക്കാനുള്ള പ്ലാനല്ലേ ഇത്? ഞങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണോ? അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമല്ലേ? എത്ര പേരെ കശാപ്പ് ചെയ്തു? അതൊക്കെ പറയാൻ തുടങ്ങിയാൽ എത്രയുണ്ട്? ബീഫിൻ്റെ മാത്രം പ്രശ്നമാണ്. ഇപ്പോൾ ദമ്പതിമാർ ഒന്നിച്ചു പോകുമ്പോൾ ബാഗ് തുറക്കുകയല്ലേ? എവിടത്തേക്കാണ് രാജ്യം പോകുന്നത്? അതുകൊണ്ട് ഇപ്പൊ BJP-യുടെയും RSS-ന്റെയും നിലപാട് തന്നെ രാജ്യത്തിലെ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ CMV ജയരാജൻ. പക്ഷെ അന്വേഷണത്തിൽ ഇടപെടരുത് എന്നുള്ളതാണ് താങ്കൾ ശരിയാണ്. മലദ്വാരത്തിൽ കമ്പി കയറ്റുന്ന കാര്യം വളരെ രസകരമായി വിശദീകരിച്ചു. പക്ഷെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സംസ്ഥാന നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നു എന്ന ഘട്ടത്തിലാണ് 9 MLA-മാർ ഉപരോധം സൃഷ്ടിച്ചതെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അതുകൊണ്ടാണ് പോലും ഇവിടെ CPM പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ കുടുങ്ങാതിരുന്നത്. നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ പിണറായി വിജയനെ രക്ഷപ്പെടുത്തുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട്? ഇപ്പോഴല്ലേ 2 വർഷത്തിന് ശേഷം പിണറായി വിജയനെ വീണ്ടും ക്രൂശിക്കാൻ വേണ്ടി ആ പ്രത്യേക ഹർജി വേഗം തീർപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കൊടുത്ത് ആ പിണറായി വിജയനോട് വല്ല കാരുണ്യവും കാണിക്കുമോ? ഒരു തെളിവുമില്ല, ഒരു വസ്തുതയില്ല. ജയരാജന്റെ കാര്യത്തിൽ പോലെ നിരപരാധിയായ പിണറായി വിജയനെ വേട്ടയാടുക. ഇപ്പൊ കോടതി പരിശോധിച്ചു, വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെട്ട് നടക്കുകയാണ് ചന്ദ്രശേഖരൻ കേസിൽ. ഒരിക്കൽ വിചാരണ പൂർത്തിയായി, ശിക്ഷിച്ചു കുറച്ചാളെ, ഭൂരിപക്ഷ ആളെ വെറുതെ വിട്ടു. ഗൂഢാലോചന കേസ് വേറൊന്ന് ചാർജ് ചെയ്തു, അതും കോടതി പരിശോധിച്ചു, അതും തള്ളി. ഇതാണ് കേസിന്റെ അനുഭവം. യഥാർത്ഥത്തിൽ കള്ളക്കേസാണ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലായാലും മനോജിന്റെ കാര്യത്തിലായാലും എന്നുള്ളത് വളരെ പകൽ വെളിച്ചം പോലെ. അവസാനമായി സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇങ്ങനെ ഒരു നീക്കത്തിലൂടെ. അത് രാഷ്ട്രീയമാണ് എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം CMV ജയരാജൻ വിശദീകരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിചേർക്കൽ സ്വാഭാവികമായും അറസ്റ്റിലേക്ക് നയിക്കും. അത് കണ്ണൂർ ജില്ലയെ വീണ്ടും രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന് ഭയക്കേണ്ടതല്ലേ നമ്മുടെ നിയമവ്യവസ്ഥ, CBI എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി? ചുരുക്കി നികേഷ് പറയുന്നത് ഇവർ അക്രമം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ കേസിൽ നടപടിയെടുക്കാൻ പാടില്ലെന്നാണോ? അങ്ങനെ സംഘർഷം ഭയന്ന്, അതായത് CPIM പോലുള്ള ഒരു പാർട്ടി അവരുടെ ജില്ലാ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്താൽ ജില്ലയിലാകെ സംഘർഷം ഉണ്ടാക്കുമെന്നാണോ? പറയട്ടെ, അവരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നത് ശരിയാണോ? ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു കേസെടുത്താൽ സംഘർഷം ഉണ്ടാക്കുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇനി അഥവാ സംഘർഷം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഒരു കുറ്റവാളിക്കെതിരെ കേസെടുക്കാൻ പാടില്ലെന്നാണോ? അങ്ങനെ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. ഇത് രണ്ടും നിങ്ങൾ വ്യക്തമാക്കണം. അങ്ങനെയാണോ വേണ്ടത്? റിപ്പോർട്ടർ പറയുന്നത് അങ്ങനെയാണോ? CPM അക്രമം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ജയരാജനെതിരെ കേസെടുക്കരുത്. ശരി, അത് പറയും. ജയരാജൻ പറയട്ടെ, ജയരാജനെതിരെ കേസെടുത്താൽ പിന്നെ അക്രമം ഉണ്ടാവും. MP ജയരാജൻ പറയട്ടെ. അപ്പൊ ജനങ്ങൾ കേൾക്കട്ടെ എന്താണ് സ്ഥിതിയെന്ന്. ഒരു പ്രതി എന്നുള്ള നിലയിൽ CBIക്ക് സ്വാഭാവികമായും P ജയരാജനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇന്നത്തെ നിലയിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വലിയ തോതിലുള്ള സംഘർഷത്തിനിടയാക്കും എന്ന്. നിയമത്തിന് മുമ്പിൽ കീഴടങ്ങുക, സഹകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റു വഴി CPM-നെ സംബന്ധിച്ചിടത്തോളവും ഇല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും നിയമവ്യവസ്ഥയോട് സഹകരിക്കലല്ലാതെ വേറെ വഴിയൊന്നും CPM-നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായി രാഷ്ട്രീയമായി ഇത് നേരിടുക. രാഷ്ട്രീയമായി നേരിടുക എന്ന് പറഞ്ഞാൽ ഈ BJP CBIയെ കൂട്ടിലിട്ട തത്തിയാക്കി മാറ്റി രാഷ്ട്രീയ പ്രേരണയോടെ കള്ളക്കേസ് എടുക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ പൊതുയോഗം നടത്തി പറയും. അത് ഞങ്ങൾ പ്രതിഷേധ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും ധർണ സംഘടിപ്പിച്ചുകൊണ്ടും ആ ക്യാമ്പയിൻ നടത്തും.
പൊതുയോഗങ്ങളിലൂടെ നടത്താൻ കഴിയും. മറ്റൊന്ന് കോടതിയിലാണ്. കോടതിയിൽ നിയമപരമായി ജാമ്യ ഹർജി കൊടുക്കലാണ് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടത്. അത് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിക്കൊണ്ട് പി ജയരാജൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കോടതിയെ സമീപിക്കുക എന്നതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏക വഴി. മറ്റൊരു വഴിയുമില്ല. ബാർക്കോഴയിലെ തുടരന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ച ശേഷവും അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ ഓഫീസിലെത്തി തെളിവെടുപ്പ് നടത്തിയത് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ബിജു രമേശ് പുറത്തുവിട്ടു. ഈ മാസം 5-നാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെങ്കിലും 7-ന് SP R സുകേശൻ ബിജു രമേശിന്റെ ഓഫീസിലെത്തിയിരുന്നു. സുകേശൻ തയ്യാറാക്കിയ റിപ്പോർട്ടല്ല കോടതിയിൽ സമർപ്പിച്ചതെന്ന ആരോപണം തെളിയിക്കാനാണ് ബിജു രമേശ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ബാർക്കോഴയിൽ മാണിക്കെതിരായ തുടരന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ജനുവരി മാസം 5-ന് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയെന്നാണ് കോടതിയിൽ നിന്ന് ലഭിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് 2 ദിവസത്തിന് ശേഷം, അതായത് ജനുവരി മാസം 7-ന് SP R സുകേശൻ ബിജു രമേശിന്റെ ഓഫീസിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 7-ാം തീയതി രാവിലെ 11:53-നാണ് SP R സുകേശൻ ബിജു രമേശിന്റെ ഓഫീസിലെത്തിയിരിക്കുന്നത്. 1 മണിക്കൂറോളം ഓഫീസിൽ ചിലവഴിച്ച സുകേശൻ തന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചതായും അതുകൊണ്ട് തന്നെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് സുകേശൻ തയ്യാറാക്കിയതല്ലെന്നുമാണ് ബിജു രമേശിന്റെ ആരോപണം. കാര്യം ഈ 5-ാം തീയതി റിപ്പോർട്ട് കൊടുത്ത ആൾ എന്തിനാണ് 7-ാം തീയതി വന്ന് രാവിലെ 8 മണി മുതൽ അദ്ദേഹം ഇതിനുവേണ്ടി നടക്കുന്നത്? 8 മണിക്ക് വന്നിരിക്കുന്നു, 9 മണിക്ക് ഡ്രൈവറെയും കൂട്ടി മാണിസാറിന്റെ വസതിയിൽ പോകുന്നു. അതിനുശേഷം ഏകദേശം 2:30 മണി വരെ എൻ്റെ ഓഫീസിൽ നിന്ന് ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നു, കണക്കുകൾ നോക്കുന്നു. എല്ലാം നോക്കിയതിന് ശേഷം അദ്ദേഹം റിപ്പോർട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് പരിശോധന നടത്തിയതെന്നാണ് വിജിലൻസിന്റെ വാദം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രശസ്ത നർത്തകി മൃണാളിനി സാരാഭായ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. അഹമ്മദാബാദിലെ വസതിയിലായിരുന്നു അന്ത്യം. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം ഗാന്ധിനഗറിൽ സംസ്കരിച്ചു. ഇന്ത്യൻ നൃത്തരംഗത്ത് മൃണാളിനിയുള്ള സംഭാവനകൾ അവിസ്മരണീയമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അനുസ്മരിച്ചു. ശാസ്ത്രീയ നൃത്തത്തെ ജനപ്രിയമാക്കിയ 9 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മൃണാളിനി സാരാഭായ് വിടവാങ്ങുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2 ആഴ്ചയായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന മൃണാളിനിയുടെ നില ഇന്നലെയാണ് ഗുരുതരമായത്. മരണസമയത്ത് മകൾ മല്ലിക സാരാഭായിയും ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു. ലാളിത്യത്തിന്റെ താളവുമായി ഭാഷയ്ക്കും അതിർത്തികൾക്കും മീതെ സഞ്ചരിച്ച ചിലങ്കയാണ് മൃണാളിനിയുടേത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ സാന്നിധ്യത്തിൽ ശാന്തിനികേതനിൽ ചിലങ്കയണിഞ്ഞ അവർ പിന്നീട് ശാസ്ത്രീയ നൃത്തരംഗത്തെ തിളങ്ങുന്ന നക്ഷത്രമായി. 1918 മെയ് 11-ന് പാലക്കാട് ആനക്കര വടക്കത്ത് തറവാട്ടിൽ ജനിച്ച മൃണാളിനി സാമൂഹ്യാവബോധത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത് അമ്മ അമ്മു സ്വാമിനാഥനിൽ നിന്നായിരുന്നു. നൃത്താവതരണത്തിനായി ബാംഗ്ലൂരിലെത്തിയപ്പോഴാണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായിയെ പരിചയപ്പെട്ടതും അടുപ്പത്തിലായതും. വിവാഹശേഷം അഹമ്മദാബാദിലെത്തിയ മൃണാളിനിയോട് നൃത്ത പഠന കേന്ദ്രമായ ദർപ്പണ സ്ഥാപിക്കാമെന്ന ആശയം മുന്നോട്ട് വച്ചതും വിക്രം സാരാഭായ് തന്നെ. 1949-ൽ സ്ഥാപിച്ച ദർപ്പണയിലൂടെ ശിഷ്യരുടെ പ്രിയപ്പെട്ട അമ്മയായി മൃണാളിനി മാറി. 1965-ൽ പത്മശ്രീയും 1992-ൽ പത്മഭൂഷണം നൽകി രാജ്യം അവരെ ആദരിച്ചു. പരമ്പരാഗത ചിട്ടവട്ടങ്ങളിൽ ഉറച്ചു നിന്നപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പാക്കുന്ന നൃത്താവിഷ്കാരങ്ങളായിരുന്നു മൃണാളിനിയുടേത്. അതുകൊണ്ട് തന്നെ കാലം മായ്ക്കാത്ത ചുവടുകൾ ഉറപ്പിച്ചാണ് മൃണാളിനിയുടെ ചിലങ്ക നിശ്ചലമാകുന്നത്. റിപ്പോർട്ടർ, ദില്ലി. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജനെ CBI 25-ാം പ്രതിയാക്കി. കേസ് UAPA പ്രകാരം കൊലയ്ക്ക് കാരണം ജയരാജന്റെ വ്യക്തിവൈരാഗ്യമെന്ന് CBI. BJPയുടെ രാഷ്ട്രീയ തീരുമാനമെന്ന് CPM. നിരപരാധിത്വം CPM തെളിയിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി. ചന്ദ്രബോസ് വധക്കേസിൽ നിഷാമിന് ജീവപര്യന്തവും 24 വർഷം അധിക തടവ് ശിക്ഷയും 71 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 50 ലക്ഷം ബോസിന്റെ ഭാര്യയ്ക്ക്. കള്ളസാക്ഷി പറഞ്ഞ നിഷാമിന്റെ ഭാര്യയ്ക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. ശിക്ഷ പോരെന്ന ബോസിന്റെ കുടുംബം അപ്പീൽ നൽകുമെന്ന് സർക്കാർ. ബാർക്കോഴ കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കൊടുത്ത ശേഷവും SP സുകേശൻ തെളിവെടുപ്പ് നടത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. റിപ്പോർട്ട് തയ്യാറാക്കിയത് സുകേശൻ അല്ലെന്ന് തെളിഞ്ഞുവെന്ന് ബിജു രമേശ്. സരിതയുടെ ടെലിഫോൺ രേഖകൾ നശിപ്പിച്ചതായി DGP സെൻകുമാർ സോള കമ്മീഷനിൽ. രോഹിത്തിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധവുമായി ഹൈദരാബാദ് സർവകലാശാലയിലെ ദളിത് അധ്യാപകരും 10 അധ്യാപകർ ഭരണ ചുമതല ഒഴിഞ്ഞു. ദളിത് കുട്ടികൾക്കെതിരായ അച്ചടക്ക നടപടി പിൻവലിച്ചു. ആരോപണ വിധേയരായ കേന്ദ്രമന്ത്രിമാർ രാജിവെക്കണമെന്ന് കോൺഗ്രസ്. വിഖ്യാത നർത്തകി മൃണാളിനി സാരാഭായ് അന്തരിച്ചു. അന്ത്യം അഹമ്മദാബാദിലെ വസതിയിൽ. വിടവാങ്ങിയത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൽ തനത് വഴി തുറന്ന പ്രതിഭ. അവസാനിക്കുന്നു. നമസ്കാരം.